എഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. MSFിൻ്റെ ജനറൽ സെക്രട്ടറി നജാഫ് അഷ്കർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെയും MSFിൻ്റെയും പോഷക സംഘടനകളെയും എല്ലാം സമ്മന്നതരായിട്ടുള്ള നേതാക്കളെ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട MSFിൻ്റെ കരുത്തുറ്റ ജവാന്മാരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ, നവാസിൻ്റെ പ്രസംഗം ഒരു വലിയ മഴ തോർന്ന പ്രതീതിയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസംഗം വരാൻ കുറച്ച് സമയമെടുക്കും എന്നെനിക്ക് തോന്നുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നവാസും നജാഫൊക്കെ നേരത്തെ പങ്കുവെച്ച അഭിമാനം, ആ അഭിമാനബോധത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത്. MSFിൻ്റെ വളർച്ചയിൽ ഏറെ നമ്മളൊക്കെ സംതൃപ്തരാണ്. മുതിർന്നവർ എന്നുള്ള നിലക്ക് ശില്ലികാരായ ഞങ്ങളെല്ലാവരും MSFിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും വീക്ഷിക്കാറുണ്ട്. പല കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടോ എന്നതുപോലെ തന്നെ MSFിൻ്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനായിട്ടുള്ള നേട്ടങ്ങൾ അടുത്ത കാലത്തായി നവാസും നജാഫും ജില്ലാ പ്രസിഡന്റ് കബീറും ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതൊക്കെ ഇന്ന കോളേജിൽ ഇത്ര സീറ്റ് കിട്ടി, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇത്ര സീറ്റുകൾ കിട്ടി എന്നുള്ള ആ ഒരു അഭിമാനം പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ വിളിക്കാറുള്ളത്. ആ നേട്ടങ്ങളുടെ ആ വാർത്തകൾ കേൾക്കുമ്പോൾ ഏറെ സന്തോഷവും ആത്മസംതൃപ്തിയും ഉണ്ടാകാറുണ്ട്. എന്നതുപോലെ തന്നെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാകാറില്ല. കാരണം വിമർശനം ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എൻ്റെ ഒരു നിരീക്ഷണം എന്നുള്ളത്, മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ MSF എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് നല്ല എന്തെങ്കിലും പദ്ധതികൾ MSF ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മറ്റുള്ളവർ വിമർശിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഈ മാമ്പഴമുള്ള മാവിനെ എറിയുള്ളല്ലോ, MSF ആണെങ്കിൽ തിരിച്ചെറിയാറുമില്ല. കാരണം എന്താ, ആരും കാഞ്ഞിര മരത്തിന് എറിയാറില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്തോഷത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത്. മഹാനായ CH മുതുകാല സാഹിബ് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും പറയാറുള്ള ഒന്നാണ്, എത്ര അടിച്ചമർത്തും തോറും കൂടുതൽ ശക്തിയിൽ വളരുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അത് MSFിൻ്റെ കാര്യത്തിൽ അത് വളരെയേറെ സത്യമാണ്. MSF എത്രയോ പലരും അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് ശക്തിയിലാണ്. മെസ്സി ഗോളടിക്കുന്നത് പോലെ, ക്രിസ്ത്യാനോ ഫ്രീ കിക്ക് എടുക്കുന്നത് പോലെയാണ് MSF ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം കൃത്യവും ആസൂത്രിതവുമായിട്ടാണ് അവര് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ മുമ്പൊക്കെ MSFിനെ വിമർശിച്ചിരുന്നത് വലിയ വലിയ ആൾക്കാരായിരുന്നു. കാരണം അന്ന് MSF വളരെ ചെറുതായിരുന്നു, വിമർശിച്ചവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഇന്നിപ്പോ MSFിനൊക്കെ വിമർശിക്കുന്നത് ആരാ അറിയോ? വളരെ ചെറിയ ആൾക്കാരാണ്. കാരണം MSF വളരെ വലുതായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വിമർശകർ ചെറുതാവുകയും MSF വലുതാവുകയും ചെയ്തിരിക്കും. അത് ലീഗിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ലീഗിനെ വിമർശിക്കുന്നത് വളരെ ചെറിയ ചെറിയ ആൾക്കാരാണ്. ചിലപ്പോൾ വണ്ണം വലുപ്പമുണ്ടാവും, പക്ഷേ മറ്റേത് ചെറുതായിരിക്കും. അതേസമയം ലീഗ് വലുതാവുകയും ചെയ്തിരിക്കും. ലീഗിനെ വിമർശിക്കുന്നവർ ചെറുതാവുകയും മുസ്ലിം ലീഗ് വലുതാവുകയും ചെയ്തിരിക്കുന്നു. ആ പാരമ്പര്യം തന്നെയാണ് ഇപ്പോൾ MSFും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് മലബാറിലെ ചില സ്കൂളുകളിൽ, തിരിച്ച് ഏറനാട്ടിലൊക്കെ സ്കൂളുകളിലാണ്
MSF ഉണ്ടായിരുന്നത് നമുക്കറിയാം. പിന്നെ അത് കോളേജുകളിലെത്തി, യൂണിവേഴ്സിറ്റികളിലെത്തി. ഇന്നിപ്പോൾ ഇവിടെ നേരത്തെ പേര് പറഞ്ഞതുപോലെ നാഷണൽ യൂണിവേഴ്സിറ്റികളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ MSFന്റെ പ്രാതിനിധ്യം നമുക്കുണ്ട്. അവിടങ്ങളൊക്കെ യൂണിയൻ കൈയാളുവാൻ നമുക്ക് സാധിക്കുന്നു. ധാരാളം വിദ്യാർത്ഥികളെ ആകർഷിക്കുവാൻ നമുക്ക് കഴിയുകയാണ്. ക്യാമ്പസിനുള്ളിൽ എത്തിക്സ് പാലിച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന പാരമ്പര്യമല്ല MSFനുള്ളത്. മറിച്ച് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയവും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ക്യാമ്പസ് ലൈഫും അതാണ് MSF ക്യാമ്പസുകളിൽ കാഴ്ചവെക്കുന്നത്. മറ്റു പല സംഘടനകളും ക്യാമ്പസുകളിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി പല പരിഷ്കാരങ്ങളും അവർ കൊണ്ടുവന്നു നോക്കും. പക്ഷെ MSFന്റെ ധാർമ്മികതയുടെയും മൂല്യബോധത്തിൻ്റെയും പിന്നാലെയാണ് വിദ്യാർത്ഥികളും അണിനിരക്കുന്നത് എന്നുള്ളത് അത് MSFന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയാണ് പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. കാരണം മുമ്പ് പലരും വിമർശിച്ചിരുന്നല്ലോ, മുസ്ലിം സ്ത്രീകളൊക്കെ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം സാർവത്രികമായി കഴിഞ്ഞാൽ പിന്നെ MSFനൊന്നും പ്രസക്തി ഉണ്ടാവുകയില്ല എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നവരുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ വളരെ വിദ്യാഭ്യാസപരമായി പുരോഗതി പ്രാപിച്ചു. ഡിഗ്രിയും PGയും PhDയും റിസർച്ചുകളും ഗവേഷണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഡിഗ്രിക്ക് പോകാതെ, ഡിഗ്രി പഠിക്കാത്ത ഒരു കുട്ടിയും ഒരു വീട്ടിലും ഇല്ലല്ലോ, പ്രത്യേകിച്ച് മലബാറിലൊക്കെ. ഇങ്ങനെ വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഉയർച്ചക്കെല്ലാം പിന്നിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് മഹാനായ CH കാഴ്ചവെച്ചു. സീതി സാഹിബ് നമുക്ക് പറഞ്ഞു, EMS സാഹിബ് ഇവിടെ ഈ കാലം എന്നുള്ളതിൽ നമ്മൾ ഓർമ്മിക്കുന്ന EMS സാഹിബ്. അഭിമാനം എന്ന് വെച്ചാൽ അവരൊക്കെ തന്നെ MSFനെ കൈപിടിച്ച് വളർത്തിയവരായിരുന്നു. CHും സീതി സാഹിബും അഹമ്മദ് സാഹിബൊക്കെ അവർ കേവലം രാഷ്ട്രീയ നേതാക്കൾ മാത്രമായിരുന്നില്ല. കേവലം രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തായാലും അവരിങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയം നോക്കുള്ളൂ. എന്നാൽ രാഷ്ട്രതന്ത്രജ്ഞര് അവര് നാളെ സമൂഹത്തിന്റെ വളർച്ചയാണ് അവരെ കുറ്റം നോക്കാറുള്ളത്. CHും സീതി സാഹിബും അഹമ്മദ് സാഹിബും ഒക്കെ അങ്ങനെയാണ്. നാളെയുടെ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, രാഷ്ട്രതന്ത്രജ്ഞതയോടെയാണ് അവർ പ്രവർത്തിച്ചത്. അപ്പൊ അവരുടെയൊക്കെ മാതൃകയാണ് MSFനുള്ളത്. അവരൊക്കെ പിൻപറ്റുവാനുള്ള മഹാഭാഗ്യമാണ് നവാസിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർക്കും ഒക്കെ കൈവന്നിട്ടുള്ളത് എന്ന് നമ്മൾ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട്. പുതിയ കാലഘട്ടത്തോടാണ് നമുക്ക് സംവദിക്കുവാനുള്ളത്. കാലഘട്ടത്തിന്റെ വളർച്ചക്കൊപ്പം നമുക്കും വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ വളർച്ചയുടെ ഭാഗമായി എല്ലാ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനുകളിലും കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പൊ തന്നെ എനിക്കൊരു മെസ്സേജ് ഇവിടെ വന്നു. ആ കുട്ടി ഒരു MSFന്റെ കുട്ടിയാണ്, അൽതാഫ് വാഫി. അമേരിക്കയിലെ വെർജീനിയയിൽ യൂണിവേഴ്സിറ്റി, അവിടെ വില്യം മേരി യൂണിവേഴ്സിറ്റിയിലെ ഫുൾ ഫണ്ടഡ് PhDക്ക് ആ കുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണ്. ഹൈദരാബാദിലെ മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അവിടെ യൂണിയൻ ട്രഷററായിരുന്നു. ഇപ്പൊ വെർജീനിയയിലെ വില്യം മേരി ഫുൾ ഫണ്ടഡ് എന്ന് പറയുമ്പോൾ അത്ര 3 കോടി രൂപയാണ് അത്ര അവനവിടെ കിട്ടുവാൻ പോകുന്നത്. അപ്പൊ ആ രീതിയിൽ വലിയ വളർച്ച MSFന്റെ പ്രവർത്തനങ്ങളിലൂടെ പുതിയ സമൂഹത്തിനുണ്ടാക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ പോയി നോക്കിയാൽ ഒരുപാട് മലയാളി യുവാക്കളെയും യുവതികളെയും അവിടെ നമുക്ക് കാണുവാൻ കഴിയും. മലബാറുകാരായിട്ടുള്ളവരാണ്. കിട്ടിയിട്ടുള്ള ഫേസ്ബുക്കിൽ ജോലി ചെയ്യുന്നവരാണ്, ആപ്പിളിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ വന്നാ മതിയല്ലോ.
നാളെ ഞായർ ഗൂഗിളിൽ ജോലി ചെയ്യുന്നവരാണ്. വിളിക്കുമല്ലോ, രാത്രി ഒന്നും വിളിക്കും. അവരൊക്കെ തന്നെ മലബാറിന്റെ മക്കളാണ്. വളരെ തന്മയത്വത്തോടെ മലയാളം പറയുന്നവരാണ്. ഏറനാടൻ മലയാളം പറയുന്നവരാണ്. കോഴിക്കോടൻ മലയാളം പറയുന്നവരാണ് ആ കുട്ടികൾ, ആ യുവാക്കളും യുവതികളൊക്കെ. അറിയാലോ, അവരൊക്കെ പഠിച്ചു വളർന്ന മേഖല, അവരൊക്കെ പഠിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ് അവരെല്ലാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ പരിശ്രമഫലമായി ഉണ്ടായിട്ടില്ല, സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വളർന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവർക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് MSF കാലത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും. കാലത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ട്, കാലത്തിൻ്റെ പാഠം പഠിച്ചുകൊണ്ട്, കാലമാകുന്ന ഗുരുവിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ്, നന്മയാകുന്ന ഗുരുവിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് MSF ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നായകത്വം ഇനിയും തുടരേണ്ടതുണ്ട്. പുതിയ പുതിയ തലമുറകളിലേക്ക് ഈ വലിയ സന്ദേശത്തെ നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള നല്ല ഒരു കൂട്ടായ്മയായി, ഒരു വലിയ വിദ്യാർത്ഥി സംഗമമായി മലപ്പുറത്തെ ഈ ജില്ലാ സമ്മേളന, ഈ സംസ്ഥാന സമ്മേളന വേദി മാറിയിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട നവാസിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും എല്ലാം ഹാർദമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തൻ്റെ തിരുനാമത്തിൽ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.